കുറച്ച് സമയം എടുക്കും. ബാക്കി ഇനി വേണമെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇനി കണ്ടിന്യൂസ് ഉണ്ടല്ലോ, തിങ്കൾ മുതൽ വ്യാഴം വരെ നമുക്ക് കണ്ടിന്യൂസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. തിങ്കൾ മുതൽ വ്യാഴം വരെ എന്തായാലും ഉണ്ടാവുക, കണ്ടിന്യൂസ് ആണ്. 8 o'clock, അതിന് മാറ്റമൊന്നുമില്ല. ലിങ്ക് നേരത്തെ ഇടണേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 8 o'clock മാം മറക്കൂല, ഞാനും മറക്കൂല. അത് രാത്രി ആകുമ്പോൾ നമുക്ക് എന്തായാലും ഓർമ്മ വരുമല്ലോ. ലീവുള്ള ആവുമ്പോഴേ നമ്മൾ ഓരോ വർക്കിൽ വിട്ടു. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു എടുത്തിരുന്നത്? നമ്മള് ഇനി മറിയ മോണ്ടിസോറിയാണ് മിസ്സേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മറിയ മോണ്ടിസോറി അല്ലേ? ആൽഫ്രഡ് പ്രൊബേല് കഴിഞ്ഞു. അങ്ങൂടെ കഴിഞ്ഞല്ലോ അല്ലെ? ഓക്കെ, അപ്പോ മറിയ മോണ്ടിസോറി, നമുക്ക് മറിയ മോണ്ടിസോറിയെ കുറിച്ച് അറിയാം. മറിയ മോണ്ടിസോറി രീതി, അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? മറിയ മോണ്ടിസോറിയാണ്. അതിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ. മറിയ മോണ്ടിസോറി മെത്തേഡ് എന്തൊക്കെയായിരുന്നു? മോണ്ടിസോറി മെത്തേഡ് ഏത് തരത്തിലുള്ള ഒരു കളിക്കോപ്പാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്? മോണ്ടിസോറി മെത്തേഡ്, മോണ്ടിസോറി രീതിയിൽ ഉപയോഗിച്ചിരുന്ന കളി മോണ്ടിസോറി മെത്തേഡിൽ ഒരു കളിക്കോപ്പ് ഡിഡാക്ടസ് ആണ് മിസ്സേ, അങ്ങനെ എന്തോ പേരാ, മറന്നു. അല്ലല്ല, അതല്ല, ഡിഡാക്റ്റിക് അപ്പാരറ്റസ്. ഓർമ്മ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം തയ്യാർ ചെയ്ത ഒരു കളിക്കോപ്പ് ഉപയോഗിക്കും. അതിലൂടെ കുട്ടികൾക്ക് എഴുതാനോ വായിക്കാനോ കണക്ക് കൂട്ടാനോ ഒക്കെ കുട്ടികൾ പഠിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതായിരുന്നു നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ പഠിച്ചത്. അത്രയേ ഉള്ളൂ അതിൽ ആകെ. മോണ്ടിസോറി മെത്തേഡ് പറയാം മിസ്. അതെന്ത് ഇതാണ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോ എന്താ സംഭവം? എന്താ, എങ്ങനെയുള്ളതാണ് അത്? ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഒരു കളിക്കോപ്പാണ്. ഒരു കളിക്കാൻ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു കളിക്കോപ്പ്. അത് ആ ഒരു കളിക്കോപ്പിലൂടെ കുട്ടികൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരു അബാക്കസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ഇല്ലേ, ഇങ്ങനെ മുത്തുള്ള അതേപോലെയുള്ള ഒരു സംഭവമാണ്. അതിലൂടെ ആ ഒരു കളിക്കോപ്പിലൂടെ കുട്ടിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും ഈ ഒരു കളിക്കോപ്പ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് മോണ്ടിസോറി. ഓക്കെ, അങ്ങനെയുള്ളൊരു സംവിധാനം, അങ്ങനെയുള്ളൊരു കളിപ്പാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതിന്. ഓക്കെ, അപ്പൊ മറിയ മോണ്ടിസോറി മെത്തേഡിന്റെ ഉപജ്ഞാതാവ് മറിയ മോണ്ടിസോറിയാണ്. ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു കളിക്കോപ്പാണ് മോണ്ടിസോറി മെത്തേഡിൽ അവർ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ കുട്ടിക്ക് കണക്ക് കൂട്ടാനും വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചതാണ്. ഇത് മനസ്സിലുണ്ടാവണം. ഇനി നോക്കിക്കേ, കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയോ തലക്കുള്ളിലേക്ക് അറിവിന്റെ അംശം അടിച്ചു കയറ്റുകയോ ചെയ്യാതെ കുട്ടികളെ സ്വതന്ത്രരായി വിടുകയാണ് മോണ്ടിസോറി രീതി. കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയോ തലക്കുള്ളിലേക്ക് അറിവിന്റെ അംശം അടിച്ചു കയറ്റുകയോ ചെയ്യാതെ കുട്ടികളെ സ്വതന്ത്രരായി, ഫുൾ ഫ്രീഡത്തോടു കൂടി കുട്ടികളെ വിടുക. അറിവ് എന്ത് ചെയ്യുക, നമ്മൾ കുട്ടികളെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കരുത്. പഠിക്കുക അത് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അടിച്ചേൽപ്പിക്കരുത്. കുട്ടികളെ സ്വതന്ത്രരായിട്ട് വിടണം എന്നാണ് ആര് പറയുന്നത്? മോണ്ടിസോറി പറയുന്നത്. പിന്നെ സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ അറിവ് നേടാൻ ഈ രീതി സൗകര്യം നൽകുന്നു. കുട്ടി സ്വയം പ്രവർത്തിച്ച് എന്ത് ചെയ്യും, കുട്ടി അറിവ് നേടും. മോണ്ടിസോറി രീതിയുടെ ഉപജ്ഞാതാവാണ് മറിയ മോണ്ടിസോറി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. വിദ്യാഭ്യാസ വികസനത്തോടൊപ്പം കുട്ടിയുടെ ശരീരം വികസിക്കുകയും മനസ്സ് വിശാലമാക്കുകയും ചെയ്യുന്നതായി മോണ്ടിസോറി കരുതുന്നു. വിദ്യാഭ്യാസ വികസനത്തോടൊപ്പം അല്ലെ, കുട്ടിയുടെ വിദ്യാഭ്യാസം വികസിക്കുന്നതോടൊപ്പം കുട്ടിയുടെ ശരീരം വികസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരീരം വികസിക്കുകയും മനസ്സ് വിശാലമാകുകയും ചെയ്യും അല്ലെ. വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച്, അറിവ് നേടുന്നതിനനുസരിച്ച് കുട്ടിയുടെ ശരീരം വികസിക്കുമ്പോൾ അതിനനുസരിച്ച് ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെയാവും, വിശാലമായ ഒരു മനസ്സായിട്ട് മാറും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അറിവില്ലാത്തവരും അറിവുള്ളവരും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാലോ അല്ലെ. അവരുടെ പെരുമാറ്റ രീതിയും കാര്യങ്ങളൊക്കെ, വിദ്യാഭ്യാസം നേടിയ ആൾക്കാരും വിദ്യാഭ്യാസം നേടാത്ത ആൾക്കാരും ഒക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ചില കേസുകളിൽ അതും മോശമാണ്. വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ വിദ്യാഭ്യാസം നേടാത്ത ആൾക്കാരെക്കാൾ മോശമായിട്ടും പെരുമാറുന്നുണ്ട്. അത് വേറെ കാര്യം അല്ലെ. അത് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാതിരിക്കുക ഭേദം അല്ലെ. ഇപ്പൊ നമ്മൾ ചോദിക്കും, ഇത്രയും പഠിച്ചിട്ട് എന്താ ഇത്രയും മോശമായിട്ട് പെരുമാറുന്നതെന്ന് വരെ നമ്മൾ പൊതുവെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന ആൾക്കാരിൽ പോലും നമ്മൾ അത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ കാണുന്നുണ്ട് അല്ലെ.
ഇപ്പോ ഇത്രയും പഠിച്ച ആൾക്കാരാണ് അച്ഛനമ്മമാരെ വൃദ്ധസദനത്ത് കൊണ്ടുപോയി ആക്കുന്നത്, അവരെ വേണ്ടാതെ തെരുവിൽ ഉപേക്ഷിക്കുന്നത്. ഇതൊക്കെ എന്താ നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ്. വിദ്യാഭ്യാസം നേടിയ ആൾക്കാരല്ലേ ഈ ചെയ്യുന്നതൊക്കെ. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, വിദ്യാഭ്യാസം നേടുമ്പം ആ കുട്ടിയുടെ ശരീരം വികസിക്കുമ്പോൾ അതിനനുസരിച്ച് മനസ്സ് വിശാലമായ ഒരു മനസ്സായി മാറും എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കിക്കാണുകയല്ലാതെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത്. കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ, കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ വീക്ഷിക്കണം, കാണണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കാനേ പാടില്ല. കുട്ടികളുടെ വ്യക്തിത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് അധ്യാപകൻ ചെയ്യേണ്ടത്. ആ ഒരു പേഴ്സണാലിറ്റി, കുട്ടിയുടെ ആ ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വം ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്. അതാണ് പറയേണ്ടത്. പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് കുട്ടികൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയിൽ ഇഷ്ടമുള്ളിടത്തോളം സമയം ഏർപ്പെടാൻ കുട്ടികളെ അനുവദിക്കുന്നു. അപ്പൊ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം, കുട്ടികൾക്ക് അത്രയും ഫ്രീഡമാണ് നമ്മൾ നൽകേണ്ടത് അല്ലെ. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഭയങ്കര കൂടുതൽ റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് പുറത്ത് ചാടാൻ ശ്രമിക്കുക. ആ മതിൽക്കെട്ടുകൾ കടത്ത് കുട്ടികളെ തളച്ചിടുന്ന സമയത്ത് ആ മതിൽക്കെട്ടുകൾ ഭേദിച്ച് പുറത്ത് ചാടാനുള്ള ഒരു വെമ്പൽ അവരുടെ ഉള്ളിലുണ്ടാവും അല്ലെ. ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട്, ഇപ്പൊ ഞങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എനിക്ക് തന്നെ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. എന്താ ഇങ്ങനെയും കുട്ടികളെ പീഡിപ്പിക്കണോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. എന്നുവെച്ചാൽ കുട്ടികൾ പീഡിപ്പിക്കാൻ മീൻസ് അതല്ല കേട്ടോ, കുട്ടികൾക്ക് അങ്ങോട്ട് തിരിയാൻ വയ്യ, അങ്ങോട്ട് തിരിയാൻ വയ്യ, കുട്ടികൾ അത് ചെയ്താൽ തെറ്റ്, കുട്ടികൾ ഇത് ചെയ്താൽ തെറ്റ്. പക്ഷെ ഞാനൊന്നും അതിനോട് യോജിക്കുന്ന ഒരാളെ അല്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓക്കെ, പക്ഷെ ഇത്രയും സ്ട്രിക്റ്റ് വേണോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്കൊരു സംശയമാണ്. കുട്ടികൾ എന്ത് ചെയ്താലും തെറ്റ്, കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുട്ടികൾക്ക് തോള് കയറ്റി അടക്കാൻ പറ്റില്ല, കുട്ടികൾക്ക് മലയാളം സംസാരിക്കാനേ പാടില്ല, ഇംഗ്ലീഷ് ഓൺലി, ഒരു മലയാളം വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അപ്പൊ ഫൈൻ കൊടുക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഓരോ സമ്പ്രദായങ്ങൾ, കുട്ടികൾക്ക് ഒരു ഫ്രീഡവും ഇല്ല. അങ്ങനെ ആവുന്ന സമയത്ത് ചില കുട്ടികൾക്ക് അതാ നല്ലത് മിസ്സേ, ചില കുട്ടികൾക്ക് സ്ട്രിക്റ്റ് ആക്കണം, ചില കുട്ടികളെ സ്ട്രിക്റ്റ് ആക്കണം. പക്ഷെ എല്ലാവർക്കും അത് പറ്റൂല. അങ്ങനെയല്ല, കൂടുതൽ സ്ട്രിക്റ്റ് ഇത്തരത്തിലുള്ള ഞാൻ 7 വർഷം ഇപ്പൊ 10ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് 8-9ാമത്തെ വർഷമാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ആ സ്കൂളില് അവിടുത്തെ കുട്ടികൾ പറയുന്നത് കേൾക്കാം. എന്ന് വെച്ചാൽ ഇവിടെ ഈ സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ പഠിച്ച് എന്താ ചെയ്യുക, അവര് +1 +2 ഗവൺമെന്റ് സ്കൂളിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഓർക്കങ്ങോട്ട് അയച്ചിട്ട പുഴുക്കളെ പോലെയാണ്. ഓരിങ്ങോട്ട് കൂത്താടും നന്നായിട്ട്. എന്താണ് നായാട്ടും കുറച്ച് സ്വാതന്ത്ര്യം അവർ എവിടെയൊക്കെ പോകട്ടെ തിരിയൂല. അതാണ്, അവർക്ക് തീരെ സ്വാതന്ത്ര്യം ഇല്ലാതെ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ അവർക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നാണ് ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്നതാ. ഞാൻ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ച മക്കൾ തന്നെ ഓരോന്ന് കാട്ടുന്നത് നമ്മൾ കാണും. ഈശ്വര, ആ കുട്ടിയാണല്ലോ അത്, ഈ കുട്ടിയാണല്ലോ ഇത്, നമ്മളെ മനസ്സിലേക്ക് നമ്മളങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മക്കളുടെ അവസ്ഥ അതാണ്. അതാ പറഞ്ഞ, കൂടുതൽ നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കാൻ തുടങ്ങിയാൽ കുട്ടികൾ അതിനെ വേദിച്ചു പോകും. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്യും. അതാണ് നമ്മളിപ്പോ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് കൂടുതൽ നമ്മൾ കുട്ടികളെ അങ്ങനെ ടൈറ്റാക്കി പിടിച്ചാലാണ് പ്രശ്നം. അല്ല ഒക്കെ ചെയ്യരുത് അങ്ങനെയൊക്കെ ഓക്കെയാണ്, പക്ഷെ എന്നാലും നമ്മളൊരു ചെറിയൊരു ഫ്ലെക്സിബിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാലോ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. വേണം, സ്ട്രിക്റ്റ് ഒക്കെ വേണം, പക്ഷെ എന്നാലും അതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് കണ്ടോ, കുട്ടികളുടെ വ്യക്തിത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ അവസരങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് കുട്ടികൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയിൽ ഇഷ്ടമുള്ളിടത്തോളം സമയം ഏർപ്പെടാൻ കുട്ടികളെ അനുവദിക്കണം. പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരിക്കണം ഇവിടെ അദ്ദേഹം മറിയം മോണ്ടിസോറി ഉദ്ദേശിച്ചു കേട്ടോ. അല്ലാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് പറ്റൂലല്ലോ, കളി മാത്രമായാലും പറ്റൂലല്ലോ, പഠനവും വേണ്ടേ. അപ്പൊ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ജോലി ചെയ്യാൻ എന്ത് ചെയ്യണം, കുട്ടികളെ നമ്മൾ അനുവദിക്കണം എന്നാണ് പറഞ്ഞത്. ആത്മവിശ്വാസവും സ്വയം നേടുന്ന അച്ചടക്കവും ആരോഗ്യമുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും ബാഹ്യ പ്രകടനമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞെന്താ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. അപ്പോൾ ആരോഗ്യമുള്ള മനസ്സുണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ശാരീരിക ആരോഗ്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കായിക വിദ്യാഭ്യാസം നേടണം എന്നൊക്കെ ആര് പറഞ്ഞു, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂന്ന്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, സ്വയം പ്രവൃത്തിയിൽ കുട്ടികളെ അനുവദിക്കും. ആത്മവിശ്വാസവും സ്വയം നേടുന്ന അച്ചടക്കവും ആരോഗ്യമുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും ബാഹ്യ പ്രകടനമാണ്. ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡന്റ് അല്ലെ, ആ ഒരു സെൽഫ് കോൺഫിഡന്റും അതേപോലെ തന്നെ അച്ചടക്കം, ഡിസിപ്ലിൻ അല്ലെ, ഇതൊക്കെ ഉള്ള അച്ചടക്കവും ആരോഗ്യവുമുള്ള ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ബാഹ്യ പ്രകടനമാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ ആ മനസ്സും അതേപോലെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ അവരുടെ പെരുമാറ്റ രീതികളും ബിഹേവിയറും ഒക്കെ എന്ത് ആയിരിക്കും, അതേ രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി
ലഭ്യമായ വസ്തുക്കളെടുത്ത് തിരിച്ചും മറിച്ചും നോക്കുന്നതും അവ ഉപയോഗിച്ച് കളിക്കുന്നതും തെറ്റുകൾ തിരുത്തുന്നതും വീണ്ടും ആവർത്തിക്കുന്നതും നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ രീതി നിർദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള വിഭവങ്ങളൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, വസ്തുക്കൾ എടുത്തിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, തിരിച്ചും മറിച്ചും നോക്കുക, അവ ഉപയോഗിച്ച് കളിക്കുക, അല്ലെ കളിക്കുക. പിന്നെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ആ കളിയിൽ തന്നെ ഏർപ്പെടുക. ആ കളിയിൽ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുക. ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആര് ചെയ്യേണ്ടത്, ഓരോ അധ്യാപകനും ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. കുട്ടികൾ സ്വയം ചെയ്യണം. കുട്ടികൾ ഒരു വസ്തുക്കൾ ഉപയോഗിച്ച് തിരിച്ചു മറിച്ചു നോക്കും, അത് ഉപയോഗിച്ച് കളിക്കും. ഫസ്റ്റ് ചിലപ്പോൾ അത് കളിക്കുമ്പോൾ അത് ചിലപ്പം ജയിച്ചോളണമെന്നില്ല. പിന്നെ അതിൽ ചിലപ്പം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ജയം കിട്ടിയേക്കാം, നേട്ടം കിട്ടിയേക്കാം. അപ്പൊ അതിൽ എന്ത് ചെയ്യണം, കുട്ടി സന്തോഷം കണ്ടെത്തും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രോത്സാഹിപ്പിക്കും. അല്ലെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശിക്ഷയെ പറ്റിയുള്ള ഭയമോ സമ്മാനം കിട്ടുമെന്നുള്ള ആശയമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രേരക ഘടകമെന്നും ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയാണെന്ന് മോണ്ടിസോറി ബലമായി വിശ്വസിച്ചു. ചില കുട്ടികളുണ്ട്, ഓ അമ്മ ചീത്ത അറിയും, അച്ഛൻ ചീത്ത അറിയും, അച്ഛൻ അടിക്കും, അമ്മ അടിക്കും, അല്ലെ ടീച്ചർ ചീത്ത പറയും എന്നൊക്കെ വിചാരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. ആ ശിക്ഷയെ പറ്റിയുള്ള ഭയമല്ല അവിടെ വേണ്ടത്, സമ്മാനം കിട്ടുമെന്നുള്ള ആശയോ അല്ല വേണ്ടത്. ചില കുട്ടികളുണ്ട്, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ പല ഓഫേഴ്സാണ്. 10ൽ ഫുൾ A+ വാങ്ങി കഴിഞ്ഞാൽ ആൾക്ക് ബൈക്ക് വാങ്ങിത്തരാം, ആൾക്ക് ഐഫോൺ വാങ്ങിത്തരാം, അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ അങ്ങോട്ട് പിരികേറ്റി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബൈക്കോ അല്ലെങ്കിൽ ഐഫോണോ അതും ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടികളെ കുഴി കൊണ്ടിട്ട് ചാടിക്കുക. ഇതാണ് രക്ഷിതാക്കൾ, ഇന്നത്തെ പുതിയ രക്ഷിതാക്കള്. അവർക്ക് കുട്ടികൾക്ക് പൈസ ഉണ്ടായതുകൊണ്ട് എന്ത് വാങ്ങിക്കൊടുക്കണം എന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. പക്ഷെ അതൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്, അല്ലെ. അപ്പൊ സമ്മാനം കിട്ടുമെന്നുള്ള ആശയമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രേരക ഘടകം. അതല്ല കുട്ടികൾ എന്ത് ചെയ്യുന്ന ഒരു മോട്ടീവായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെ. അല്ലാതെ എന്താണ്, ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചെയ്യുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ആ സംതൃപ്തിയാണ് അവിടെ നമുക്ക് മോട്ടീവ് ഫാക്ടർ ആയിട്ട് ഉണ്ടാവേണ്ടത്. അല്ലാതെ എന്തല്ല, ശിക്ഷ കിട്ടുന്നുള്ള ഭയോ അല്ലെങ്കിൽ സമ്മാനം കിട്ടുമെന്നുള്ള ആശയമല്ല നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി പറയുന്നത് അറിവ് നേടുന്നത് ഇന്ദ്രിയ പരിശീലനത്തിലൂടെയാണ്. ഇന്ദ്രിയ പരിശീലനം നമ്മൾ പഠിച്ചതാണ്. സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോതിലൂടെയും നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലെ. 5 സെൻസ് ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങൾ, അതിലൂടെ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നത്, അല്ലെ. അപ്പൊ ഈ ഇന്ദ്രിയ പരിശീലനത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അറിവ് നേടുന്നത്, അല്ലെ. ഇന്ദ്രിയങ്ങളിൽ നമുക്ക് അറിവ് നേടാൻ പറ്റുമോ? സെൻസ് ഓർഗൻസ് ഇല്ലാതെ നമുക്ക് അറിവ് നേടാൻ പറ്റുമോ? പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് ചെവി, കൈ, ഇത് 3 വേണം നമുക്ക് അറിവ് നേടാൻ. കാണണം, കേൾക്കണം, എഴുതണം. ഇത് 3 വേണ്ടേ? 3 വേണം നമുക്ക്, അല്ലെ. കാണണം, കേൾക്കണം, എഴുതണം, പിന്നെ ഒന്നുകൂടി വേണം, വായും വേണം. അപ്പൊ വായ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാനുള്ള ശേഷി ഇല്ലാത്തവർക്കും പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ശരിക്കും വായും കൂടി വേണം, സംസാരിക്കാനുള്ളതും കൂടി വേണം. പക്ഷേ അതില്ലാത്തവരും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ കണ്ണും ചെവിയും കൈയും ഉണ്ടായാൽ ഏകദേശമായി. പിന്നെ വായും കൂടി ഉണ്ടെങ്കിൽ, സംസാരിക്കാനുള്ള ശേഷിയും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അറിവ് നമ്മൾ നേടുക എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ്, ഇന്ദ്രിയ പരിശീലനത്തിലൂടെയാണ്. നേരിട്ടുള്ള അനുഭവത്തിലൂടെ വസ്തുക്കളെ സംബന്ധിച്ച് ജ്ഞാനം നേടുന്നതിന് പറ്റിയ ഉപകരണങ്ങളാണ് ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്. നേരിട്ടുള്ള അനുഭവങ്ങൾ, കുട്ടികൾക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കണം, അല്ലെ. ഈ നേരിട്ടുള്ള അനുഭവത്തിലൂടെ വസ്തുക്കളെ സംബന്ധിച്ച് അറിവ് നേടുക. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് നേടുന്നതിന് പറ്റിയ ഉപകരണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കുട്ടിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ വസ്തു കാണുമ്പോൾ തന്നെ, അല്ലെ, ആ വസ്തുവിനെ കുറിച്ചുള്ള ധാരണ, ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവ് കുട്ടിക്ക് കിട്ടുന്ന തരത്തിലുള്ള ഉപകരണങ്ങളായിരിക്കണം, ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കളിക്കാനായിട്ട് കുട്ടികൾക്ക് അറിയാത്ത പല വസ്തുക്കൾ ഉണ്ടാവില്ല, അതൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്ക് സാമാന്യമായിട്ട് അറിയുന്ന, കുട്ടികൾക്ക് അത് കാണുമ്പോൾ തന്നെ ഇത് ഇന്നതിനാണ്, ഇത് ഇന്നത് ചെയ്യും, ഇത് ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിലുള്ള കളിക്കോപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് വളരെ ഉപകാരപ്പെടും. വിവിധ നിറങ്ങളുള്ള തടിക്കഷ്ണങ്ങൾ നിറങ്ങളെ അനുക്രമമായി തരംതിരിക്കാൻ ഉപയോഗിക്കുന്നു. കളർ പഠിപ്പിക്കുക നമ്മൾ, കളേഴ്സ്, അല്ലെ. കളേഴ്സ് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളൊക്കെ കളേഴ്സ് ഡേ കൊടുക്കാറുണ്ട്. കളേഴ്സ് ഡേ, അല്ലെങ്കിൽ റെഡ് ഡേ, അല്ലെങ്കിൽ വൈറ്റ് ഡേ, അല്ലെങ്കിൽ ബ്ലൂ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കളറിന് ഓരോ ഡേ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ കുട്ടികൾ ആ നിറം എന്ത് ചെയ്യും, മനസ്സിലാക്കും. അതിന് വേണ്ടി അതേപോലെ തന്നെ ഫ്രൂട്ട് ഡേ ഒക്കെ പറഞ്ഞിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാം, വിവിധ നിറങ്ങളുള്ള തടിക്കഷ്ണങ്ങൾ നിറങ്ങനെ അനുക്രമമായി തരംതിരിക്കാൻ ഉപയോഗിക്കും. നിറങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പല നിറങ്ങളിലുള്ള തടിക്കഷ്ണങ്ങൾ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തൂക്കം, ചൂട്, നീളം മുതലായവയും ഉപകരണങ്ങളുടെ സഹായത്തോടെ കുട്ടികളെ മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു, അല്ലെ. വലിപ്പം, അതേപോലെ തന്നെ അതിന്റെ തൂക്ക കന ഉണ്ടല്ലോ, അതാണ് തൂക്കം. പിന്നെ ചൂട്,
അതേപോലെ തന്നെ നീളം എത്ര വലുപ്പമുണ്ട് എന്നുള്ളത് അല്ലെ മുതലായവയും ഉപകരണങ്ങളുടെ സഹായത്തോടെ കുട്ടികൾ മനസ്സിലാക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. തൊട്ടു നോക്കി മനസ്സിലാക്കുന്നതിനും ഈ രീതിയിൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് കൊണ്ട് ഇതിനെ പ്രവർത്തനോന്മുഖ വിദ്യാഭ്യാസം എന്ന് പറയും. അപ്പൊ നമ്മുടെ ചെറിയ കുട്ടികൾ തന്നെയാണെങ്കിൽ നമ്മൾ നിലവിളക്ക് കൊണ്ടുപോയി കത്തിച്ച് വെക്കുക അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലും നമ്മുടെ കുട്ടികൾ, എന്റെ മോള് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, പോയി തൊട്ട് വെക്കും, ഒരു ദിവസം പൊള്ളി, അതിന്റെ ശേഷം പിന്നെ അതിന്റെ അടുത്തേക്ക് പോകില്ല. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ പറയും പോലെ കൈ പൊള്ളിട്ടോ തൊടണ്ടട്ടോ, തീയാണ് കൈ പൊള്ളിട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കേൾക്കൂല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, പിന്നെയും അതിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യൂല, പറഞ്ഞനുസരിക്കാതെ പോയതിന്റെ ശിക്ഷ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, കൈ പൊള്ളിയിട്ട് പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഒരിക്കലും എന്ത് ചെയ്യൂല, ആ തീയുടെ അടുത്തേക്ക് പോവോ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യാണ്, അനുഭവത്തിൽ നിന്ന് അവിടെ ഒരു പാഠം പഠിച്ചു അല്ലേ, അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? തൊട്ടു നോക്കി മനസ്സിലാക്കുന്നതിനും ഈ രീതിയിൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് കൊണ്ട് ഇതിനെ പ്രവർത്തനോന്മുഖ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ കൊടുക്കുമ്പോൾ ചൂടായാലും തൂക്കമായാലും നീളമായാലും നിറമായാലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഈ പ്രത്യേക ചുറ്റുപാടിൽ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തനം നൽകുകയാണ് അധ്യാപകരുടെ ജോലി അല്ലെ. ഇത്തരത്തിലുള്ള ചുറ്റുപാടുകളിൽ കുട്ടികൾക്ക് നേടാൻ ആക്ടിവിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ ജോലി. തുകീയ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭ്യമാക്കണം. സ്വയം പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾക്ക് അവിടെ ഒരുക്കി കൊടുക്കണം. സ്വയം തിരുത്തലിന് സഹായിക്കുന്ന ഉപകരണങ്ങൾ മോണ്ടിസോറി തയ്യാറാക്കിയിരിക്കുന്നു. കുട്ടികൾക്ക് അവര് പഠിച്ചിട്ട് അവർക്ക് അതിലെന്തെങ്കിലും തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുട്ടി പഠിക്കുന്നു, പഠിച്ചതിന് ശേഷം അതിലെന്തെങ്കിലും തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ തെറ്റ് തിരുത്താനുള്ള എന്താ പറയാ സഹായിക്കുന്ന ഉപകരണങ്ങളും ആര് തയ്യാറാക്കിയിട്ടുണ്ട്, നമ്മുടെ മോണ്ടിസോറി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു നിരീക്ഷകന്റെ സ്ഥാനം മാത്രമാണ് മോണ്ടിസോറി സ്കൂളിലെ അധ്യാപികയ്ക്ക് നൽകിയിട്ടുള്ളത്. അധ്യാപികയ്ക്ക് മോണ്ടിസോറി സ്കൂളിലുള്ള സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു നിരീക്ഷക മാത്രമാണ്. ഇന്ദ്രിയ പരിശീലനം മാത്രം പോരെന്നും പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന കായിക പരിശീലനം വഴിയുള്ള കാര്യക്ഷമത കൂടി കുട്ടികൾ നേടണമെന്നും ഇത് എഴുത്ത്, വായന, നടത്തം, ഓട്ടം മുതലായവയിൽ സ്വയം പര്യാപ്തത നേടാൻ അവരെ സഹായിക്കുമെന്നും മോണ്ടിസോറി കരുതുന്നു. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്, ഇന്ദ്രിയ പരിശീലനം മാത്രം ഉണ്ടായാൽ പോലെ, ഇന്ദ്രിയ പരിശീലനം വേണം, അത് മാത്രം പോരാ, എന്ത് ചെയ്യണം, പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന കായിക പരിശീലനം വഴിയുള്ള കാര്യക്ഷമത കൂടി കുട്ടികൾ നേടണം അല്ലെ. പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന കായിക പരിശീലനം, ഫിസിക്കൽ ട്രെയിനിങ് അല്ലെ, ആ ഒരു ഫിസിക്കൽ ട്രെയിനിങ് കൂടി കുട്ടികൾക്ക് കൊടുത്താലേ അവിടെ കാര്യക്ഷമത കുട്ടികൾക്ക് നേടാൻ പറ്റുള്ളൂ അല്ലെ. ആ കായിക പരിശീലനം വഴിയുള്ള കാര്യക്ഷമത കൂടി കുട്ടികൾക്ക് ഉണ്ടാവുമെന്നും ഇത് കുട്ടികളിൽ എന്ത് കൂട്ടും, എഴുത്ത്, വായന, നടത്തം, ഓട്ടം മുതലായവയിൽ സ്വയം പര്യാപ്തത നേടാൻ സഹായിക്കും അല്ലെ. അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ കായിക പരിശീലനം നേടുന്ന ആൾക്കാർ കുട്ടികളാണെങ്കിൽ അവർക്ക് എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ. അനുഭവത്തിന്റെയും പരീക്ഷണത്തിന്റെയും വെളിച്ചത്തിലാണ് ശിശുക്കളുടെ വളർച്ചയെ സംബന്ധിക്കുന്ന തത്വങ്ങൾ മോണ്ടിസോറി ആവിഷ്കരിച്ചത്. വിദ്യാഭ്യാസത്തിൽ വ്യക്തിത്വത്തിനുള്ള പ്രാധാന്യം ഈ രീതിയിൽ ഊന്നി പറയുന്നു. പരിപൂർണ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകുന്നതിലൂടെ ആത്മവിശ്വാസവും അച്ചടക്കവും ശീലിക്കുന്നു. അപ്പൊ അനുഭവത്തിന്റെയും പരീക്ഷണത്തിന്റെയും വെളിച്ചത്തിലാണ് ശിശുക്കളുടെ വളർച്ചയെ സംബന്ധിക്കുന്ന തത്വങ്ങൾ മോണ്ടിസോറി ആവിഷ്കരിച്ചത്. അനുഭവത്തിന്റെയും പരീക്ഷണത്തിന്റെയും വെളിച്ചത്തിലാണ് ശിശുക്കളുടെ വളർച്ചയെ സംബന്ധിക്കുന്ന തത്വങ്ങൾ മോണ്ടിസോറി ആവിഷ്കരിച്ചത്. വിദ്യാഭ്യാസത്തിൽ വ്യക്തിത്വത്തിനുള്ള പ്രാധാന്യം ഈ രീതിയിൽ ഊന്നി പറയുന്നത്. പേഴ്സണാലിറ്റിക്ക്, വിദ്യാഭ്യാസത്തിൽ എഡ്യൂക്കേഷനിൽ പേഴ്സണാലിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പരിപൂർണ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകുന്നതിലൂടെ ആത്മവിശ്വാസവും അച്ചടക്കവും ലഭിക്കുന്നു, കുട്ടികൾ ശീലിക്കും. നമ്മൾ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകുമ്പോഴാണ് കുട്ടികൾക്ക് അവിടെ എന്ത് കിട്ടുക, ഒരു സെൽഫ് കോൺഫിഡൻറ്റും അതേപോലെ തന്നെ ഡിസിപ്ലിനും ഒക്കെ എന്ത് ചെയ്യുക, കുട്ടികൾ ശീലിക്കുകയും അത് കീപ്പ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാവും, എന്ത് മതിൽക്കെട്ട് കിട്ടിയാലും ആ മതിൽക്കെട്ടുകൾ ഭേദിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളത്. അത് എഴുത്തിന് ശേഷം വായന എന്ന പ്രത്യേക സമീപനം മോണ്ടിസോറിയുടെ പ്രത്യേകതയാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ എപ്പോഴും പറയാം എന്താ, വായനയ്ക്ക് ശേഷം എഴുത്താണ്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഴുത്തിന് ശേഷം വായന എന്നുള്ള പരിശീലന സമീപനം. കണ്ടോ, നമ്മുടെ രീതി എങ്ങനെയാ, വായിച്ച് പഠിക്കുക എന്നിട്ടുള്ള കുട്ടികൾ എഴുതാൻ പഠിക്കുക. ഇവിടെ എങ്ങനെയാ, എഴുത്തിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്, എഴുത്തിന് ശേഷം വായന എന്ന പ്രത്യേക പരിശീലനമാണ് അവിടെ കൊടുക്കുന്നത്. എഴുത്തിനു ശേഷം വായന. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചാപ്റ്ററിനോട് ബന്ധപ്പെട്ട് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. നല്ല പാഠപുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
വാട്ട് ആർ ദ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് ടെക്സ്റ്റ് ബുക്ക്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ. നല്ല പാഠപുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മളൊരു നല്ല പാഠപുസ്തകം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇതിലൊരു 10-12 പോയിന്റ്സ് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. 12 പോയിന്റ് അത് എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുമുണ്ട്. എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നല്ല പാഠപുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പാഠപുസ്തകത്തിൽ നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ തോന്നിയ പോലെ അങ്ങോട്ട് പാഠപുസ്തകം നിർമ്മിക്കാം എന്ന് കരുതുന്നത് തെറ്റാണ്. അപ്പൊ നമ്മൾ ഓരോ സെക്ഷനിലും LP, UP, ഹൈസ്കൂള്, +1, +2, ഡിഗ്രി അങ്ങനെ ഓരോ സെക്ഷനിലും പാഠപുസ്തക കമ്മിറ്റി തന്നെയുണ്ട് അല്ലെ. അതിൽ റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല അവഗാഹമുള്ള ആ ഒരു വിഷയത്തെ കുറിച്ച് നല്ല ആശയം വ്യക്തതയുള്ള അത്രയും പഠിച്ച അത്രയും എക്സ്പീരിയൻസ് ഉള്ള അല്ലെ അത്രയും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് എവിടെ ഉണ്ടാവുക? ഈ പാഠപുസ്തക കമ്മിറ്റിയിൽ ഉണ്ടാവുക അല്ലെ. കരിക്കുലം ഫ്രെയിംവർക്ക് ഒക്കെ തയ്യാറാക്കുക അല്ലെങ്കിൽ കരിക്കുലം സിലബസ് ഒക്കെ തയ്യാറാക്കുക ഇവരാണ്. ഇന്ന LP സെക്ഷനിൽ ഇന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ UP സെക്ഷനിൽ ഇന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ ഒരു പാഠപുസ്തകം തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുടെ നിലവാരം മീൻസ് കുട്ടികളുടെ നിലവാരമല്ല, കുട്ടികളുടെ ഏജ് അല്ലെ. കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രധാന ഘടകമാണ് അല്ലെ. ഇപ്പൊ 1ാം ക്ലാസ് അല്ലെങ്കിൽ LKG, UKG, 1ാം ക്ലാസ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പൊ ആ കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആശയങ്ങൾ അടങ്ങിയ ടെക്സ്റ്റ് ബുക്കാണ് അല്ലെങ്കിൽ പാഠഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തേണ്ടത്. അല്ലാതെ ഈ LKG, UKG, 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു 5ാം ക്ലാസ് ലെവലിൽ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള പാഠഭാഗങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ തന്നെ കഴിഞ്ഞ വർഷം ഒരു 2-3 വർഷം മുന്നേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് കുട്ടികൾ പറഞ്ഞത് 9th മലയാളത്തിലും മാത്സിലും 9th സ്റ്റാൻഡേർഡിലും മലയാളത്തിലും മാത്സിലും ഓരോരോ ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ചാപ്റ്റേഴ്സ് ഭയങ്കര ടഫായിരുന്നു അത്ര. 9th മാത്സിന്റെയും മലയാളത്തിന്റെയും ചാപ്റ്റേഴ്സ്. ആ ഒരു മലയാളമൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നത് ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ +1, +2 ലെവലിൽ കുട്ടികൾക്ക് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു അത്ര കൊടുത്തത്. കുട്ടികൾക്ക് വായിച്ചാൽ തന്നെ ഒന്നും മനസ്സിലാവില്ല, എന്താണ് ഇത് സംഭവം എന്ന് പോലും മനസ്സിലാവില്ല അത്ര മലയാളം. അതേപോലെ തന്നെ അത്ര മാത്സ് കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലും അതിന്റെ റൂട്ട് കിട്ടൂല, അങ്ങനെയാണ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? ടെക്സ്റ്റ് മൊത്തം മാറ്റിയില്ല, അതിന് പകരം എന്ത് ചെയ്തു? ആ പാഠഭാഗങ്ങൾ മാറ്റി വേറെ പാഠഭാഗങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ചിറക്കി. ടെക്സ്റ്റ് മൊത്തം മാറ്റിയില്ല എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും നിരന്തര പരാതി മൂലം എന്ത് ചെയ്തു? ആ പാഠപുസ്തകത്തിലെ ആ മാത്സിലെ 2 ചാപ്റ്ററും മലയാളത്തിലെ 2 ചാപ്റ്ററും എന്ത് ചെയ്തു? മാറ്റിയിട്ട് പുതിയ പാഠഭാഗങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അടുത്ത വർഷം ആ പാഠഭാഗങ്ങൾ മാറി അതിന് പകരം പുതിയ പാഠഭാഗം ആഡ് ചെയ്തിട്ട് അച്ചടിച്ചിറക്കി. അപ്പൊ നോക്കിക്കേ കേട്ടോ, കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ചുള്ളതല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പോലും ചിലപ്പോൾ അത് വായിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. കുട്ടികളുടെ നിലവാരത്തിൽ നമ്മൾ 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മളത് വായിക്കുമ്പോൾ പോലും നമുക്ക് എന്തുണ്ടാവും? കൺഫ്യൂഷൻ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ കൺമുന്നിൽ കണ്ടൊരു അനുഭവം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളോട് പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞത്. നല്ല പാഠപുസ്തകം എന്ന് പറയുന്നത് തന്നെ കുട്ടികളുടെ പഠിക്കാനും കുട്ടികളുടെ ഇൻട്രസ്റ്റ് തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെ. ആ നല്ല പാഠപുസ്തകം, നല്ല രസകരമായിട്ടുള്ള പാഠപുസ്തകം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാഠപുസ്തകം, കളർഫുൾ ആയിട്ടുള്ള പാഠപുസ്തകം വേണം ആർക്ക്? ചെറിയ കുട്ടികൾക്ക് അല്ലെ. ചെറിയ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കും വലിയ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കും നമ്മുടെ ഡിഫറൻസ് അറിയാലോ. ചെറിയ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയായിരിക്കും? കളർഫുൾ ആയിരിക്കും. LKG, UKG, 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ അവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നണം. അല്ലാതെ വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തെങ്കിലുമൊക്കെ കുറെ എഴുത്ത് മാത്രം കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ നല്ലോണം പഠിക്കുമോ? അതിലെന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക? പിക്ചേഴ്സും കളേഴ്സും അല്ലെ, അതിന്റെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? കണ്ടുപഠിക്കും. അത് കണ്ടിട്ട് വായിച്ച് പഠിക്കും. അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കൂല. അതാണ് ഇവിടെ പറയുന്നത്. പാഠപുസ്തകത്തിലെ നിരവധി ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ബോധനത്തിന്റെയും അനുപൂരക ഉപകരണം എന്ന നിലയിൽ ടെക്സ്റ്റ് ബുക്കുകൾക്ക് അതിപ്രധാനമായ സ്ഥാനമുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോധനത്തിന്റെ ഒരു ടീച്ചിങ് എയ്ഡ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ പറയും. നമ്മളിപ്പോ ഇത് എഴുതുമല്ലോ, നിങ്ങളിപ്പോ ട്രെയിനിങ്ങിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ടീച്ചിങ് മാനുവൽ തയ്യാറാക്കണം. അപ്പൊ ടീച്ചിങ് എയ്ഡ്സ് അല്ലെ, അധ്യാപന സാമഗ്രികൾ അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. ആ കോളത്തിൽ നമ്മൾ എന്തൊക്കെയാ ഉപയോഗിക്കുക? പാഠപുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാന ടീച്ചിങ് എയ്ഡ് ആണ്. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ.
പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചാർട്ടുകള്, പിക്ചേഴ്സ്, അല്ലെ, പിന്നെ കളർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ്, മോഡൽസ്, സ്റ്റിൽ മോഡല്, വർക്കിംഗ് മോഡല്, അല്ലെ, പാട്ട്, കവിത, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ സ്മാർട്ട്, നമ്മുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടീച്ചിങ് എയ്ഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഈ പാഠപുസ്തകം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അല്ലെ. നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിലുണ്ടാവുക, ടെക്സ്റ്റ് ബുക്കിലുണ്ടാവുക. ആയതിനാൽ പാഠപുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അവയിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് എന്നാ പറയുന്നത് കേട്ടോ. നോക്കുക, ബോധനത്തിന്റെ ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഉതകുന്നതായിരിക്കണം പാഠപുസ്തകം, അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതാണിത്. ബോധനത്തിന്റെ ഉദ്ദേശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഉതകുന്നതായിരിക്കണം പാഠപുസ്തകം. ഭാരതത്തിന്റെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിന്റെ അഭിമാനം പഠിതാക്കളിൽ ഉളവാക്കണം. അതുപോലെ അർത്ഥരഹിതവും അനാവശ്യവുമായ പല പഴമകളെയും അനാചാരങ്ങളെയും ഉപേക്ഷിക്കുവാനുള്ള മനോഭാവവും അവനിൽ വികസിക്കണം. ഇതിന് ഉപയുക്തമായ ഉള്ളടക്കം, അവതരണം, അഭ്യാസങ്ങൾ എന്നിവ ചിട്ടപ്രകാരം ക്രമീകരിച്ച പാഠപുസ്തകങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ബോധനത്തിന്റെ ഉദ്ദേശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഉതകുന്ന പാഠപുസ്തകമായിരിക്കണം എന്ന്. ബോധനം, അധ്യാപനം, പഠിപ്പിക്കല്, പഠിക്കല്, ഇതിന് ഇപ്പൊ നമ്മൾ LKG UKG കുട്ടീനെയാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെയാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആ കുട്ടി എന്താണോ നമ്മുടെ ലക്ഷ്യം, നമ്മൾ എന്താണോ കുട്ടിക്ക് പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെ, അപ്പൊ അതുമായിട്ട് നന്നായിട്ട്, അല്ലെ, ആ ഒരു നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടികളിലേക്ക് എത്തരത്തിലുള്ള ആശയമാണ് എത്തിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെ. വലിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക ചെറിയ കുട്ടികൾക്ക്. അങ്ങനെയുള്ള പാഠപുസ്തകങ്ങളായിരിക്കണ്ടേ ചെറിയ കുട്ടികൾക്ക് വേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ബോധനത്തിന്റെ ഉദ്ദേശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള പാഠപുസ്തകമായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് പറഞ്ഞത് ഭാരതത്തിന്റെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിന്റെ അഭിമാനം പഠിതാക്കളിൽ ഉളവാക്കണം. അപ്പൊ നമുക്ക് ചെറിയ ടെക്സ്റ്റ് ബുക്ക്, ചെറിയ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ആയാലും വലിയ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ആയാലും അതിലൊക്കെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും, അല്ലെ. അച്ഛനമ്മമാരുടെ പിക്ചേഴ്സ് നമ്മൾ ആദ്യം തന്നെ കുട്ടി അച്ഛൻ അമ്മ എന്നല്ലല്ലോ പഠിക്കുക, അല്ലെ. അമ്മ, പിന്നെ പറ, പദ, പറ, മന, അങ്ങനെയുള്ള ചെറിയ ചെറിയ വേർഡ്സ് പഠിക്കുക. പിന്നെയാണ് അച്ഛൻ അമ്മ എന്നൊക്കെ എഴുതുക. പിന്നെ അതേപോലെ തന്നെ ഈ അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റില് നമുക്ക് അത്രയും ദൈവത്തിൽ തുല്യരായിട്ടുള്ള ആൾക്കാരാണ്. അത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരുപാട് മഹാത്മാക്കള്, അല്ലെ, സ്വാതന്ത്ര്യ സമര സേനാനികള്, നവോത്ഥാന നായകന്മാര്, സാമൂഹിക പരിഷ്കർത്താക്കള്, അങ്ങനെ ഒരുപാട്, മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റുവോ സുഭാഷ് ചന്ദ്രബോസോ, അങ്ങനെയുള്ള ഒരുപാട് മഹാത്മാക്കള്, ശ്രീനാരായണ ഗുരു, ശങ്കരാചാര്യര്, സ്വാമി വിവേകാനന്ദൻ, അങ്ങനെയുള്ള ഒരുപാട് മഹാത്മാക്കളെ കുറിച്ചൊക്കെ കുഞ്ഞു ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊന്നും അറിയില്ലെങ്കിലും അവരെന്ത് ചെയ്യും, മഹാത്മാഗാന്ധിനെ കണ്ടാലും ചാച്ചാജീനെ കണ്ടാലും, അല്ലെ, സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടാലും, അല്ലെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, ഭാരതത്തിന്റെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിന്റെ അഭിമാനം കുട്ടികളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാഠപുസ്തകമായിരിക്കണം, അല്ലെ. അത്തരത്തിലുള്ള ചിലപ്പം മഹാത്മാക്കളാവാം, അല്ലെങ്കിൽ മഹത്തായ സ്ഥലങ്ങളാവാം, അല്ലെ, പല പല സ്ഥലങ്ങളില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളാവാം, അതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പാഠപുസ്തകം. അതാണ് ഈ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത്, അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ചെറിയ കുട്ടീനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ പിന്നെ നമ്മുടെ മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അപ്പൊ അതിൽ തുഞ്ചൻ പറമ്പിന്റെ ഒരു ചിത്രം കുട്ടിക്ക് കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയാം. അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്, എഴുത്തച്ഛനാണെന്ന് ചിലപ്പോൾ ഒരു കുട്ടിക്ക് അറിയാം. ചെറിയ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടിക്ക് അറിയില്ലെങ്കിലും ഒരു 4, 5 പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ്, അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ പിക്ചേഴ്സ് കൊടുക്കുമ്പോൾ, അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളുടെ പിക്ചേഴ്സ് കൊടുക്കുമ്പോൾ, സ്ഥലങ്ങളുടെ പിക്ചേഴ്സ് കൊടുക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, അല്ലെ. കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കും. അതാണ് സാംസ്കാരിക പൈതൃകത്തിന്റെ അഭിമാനം കുട്ടികളിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള പാഠപുസ്തകങ്ങൾ കൊടുക്കണം എന്ന്. പിന്നെ അനാവശ്യമായിട്ടുള്ള പല പഴമകള്, അനാചാരങ്ങള്, ഇതൊക്കെ ഉപേക്ഷിക്കാനുള്ള മനോഭാവം ആരിലുണ്ടാവണം. അനാചാരങ്ങളെയും പഴമകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. അത്തരത്തിലുള്ള ഒരു മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കണം. ഇതിന് ഉപയുക്തമായിട്ടുള്ള ഉള്ളടക്കവും അഭ്യാസങ്ങളും ഒക്കെ ഉള്ള ചിട്ടപ്രകാരം ക്രമീകരിച്ച ഒരു പാഠപുസ്തകമായിരിക്കണം കുട്ടികളിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? ആ പഴമകളെയും അനാചാരങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്ന രീതിയിൽ അതിനെയൊക്കെ എന്ത് ചെയ്യാം, എന്താ പറയാ, നമ്മള് ഉപേക്ഷിക്കുന്ന ഒരു മനോഭാവം കുട്ടികളിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള പാഠപുസ്തകം. പഴമകളെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാ പഴയതിനെ കളയാണ് ഉദ്ദേശിച്ചത്. പഴമകള് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത പഴമകള്. ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങള്, അനാചാരങ്ങളൊക്കെ, ഇപ്പൊ മന്ത്രവാദ പത്രത്തിലും ടിവിയിലും
ഓർമ്മ ഉണ്ടോ? മന്ത്രവാദങ്ങൾ ചെയ്യാം, അല്ലെ ഗൂഢോത്രം ചെയ്യാം, അനാചാരങ്ങൾ ചെയ്യാം, അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങളില്ല. പിന്നെ പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ജാതീയമായിട്ടുള്ള വേർതിരിവുകള്, അല്ലെ ബ്രാഹ്മണ ക്ഷത്രിയർ വൈശ്യ ശൂദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വേർതിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കുട്ടികളിൽ ഉപേക്ഷിക്കാൻ ഒരു മനോഭാവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാഠപുസ്തകമായിരിക്കണം. അല്ലാതെ പഴമകൾ ഉപേക്ഷിക്കണം എന്നുള്ളത് മാത്രമല്ല, പഴമകൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ലതാണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട. പക്ഷെ മിസ്സേ പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിന്ന് പഠിപ്പിച്ചു കൊടുക്കാലോ. ഉറക്കം വന്നിട്ട് പാടില്ല. ഐസ് വെള്ളത്തിൽ മുക്കും മിസ്സേ. എന്താടാ ഏ? കളിപ്പറ്റിയാണ് കുട്ടിയുടെ കയ്യില്, അതിന് കച്ചറയാണ് ഇവിടെ. കൈ പൊട്ടിയാ? വീണോ? വീണോ? വീണല്ലടാ, ചെറിയ കുട്ടിയുടെതാ മോള്. ആ കുഞ്ഞതാണല്ലോ. അവള് എത്രയായി? 2.5. മോനുണ്ട്, 7ാം ക്ലാസ് പഠിക്കുന്ന മോനുണ്ട്. 2ാം ക്ലാസ് 2.5 വയസ്സിനേക്കാള് കഷ്ടാണ് ഓന്റെ കഥ. അതെല്ലായിടത്തും അങ്ങനെ മിസ്സേ. ഇവിടെ പ്ലസ് വണ്ണിലുള്ള പിള്ളേരുണ്ട്, അത് 1ൽ പഠിക്കണേലും കഷ്ടമാണ്. അപ്പൊ പിന്നെ നോക്കിട്ട് കാര്യമില്ല. അതിനിപ്പോ ഏതോട് 2.5 വയസ്സുള്ള കൊച്ച്. ഓള് കളിക്കാൻ ഓര് കളിക്കുക, അപ്പൊ പിന്നെ ഓക്ക് ഭ്രാന്ത് പിടിക്കൂല. എന്നാ കൊടുത്ത് കൊടുക്ക്. എന്നിട്ടോ പോയിട്ട് എടുത്തോ. അതിന് മുകളിൽ. എടുത്തോ. രണ്ടുപേരാണോ മിസ്സിന്? രണ്ടാള്. രണ്ടുപേരാണോ? രണ്ട് പിള്ളേരാണ്. രണ്ടാളുണ്ട്, മോനും മോളും. സ്കൂളിൽ പോകുമ്പോ അപ്പൊ എന്ത് ചെയ്യും? ആരാ നോക്കണേ? അമ്മ, ഹസ്ബൻഡിന്റെ അമ്മ. അമ്മനെ കിട്ടിയാ മതി. രക്ഷപ്പെട്ടു. ലീവുള്ള ദിവസം മാത്രമാണ് ഇപ്പൊ എന്റെ അടുത്തുണ്ടാവും. ഞാൻ വൈകുന്നേരം സ്കൂളിട്ട് 4:30 4:45 ഞാൻ വീട്ടിലെത്തും. അപ്പം പിന്നെ അവിടുന്ന് തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഞങ്ങളിപ്പോ ഇവിടെ പുതിയ വീട് വെച്ച് താമസിച്ച തൊട്ടടുത്ത് തന്നെയാണ് തറവാട്. അച്ഛനും അമ്മയും അവിടെയാണുള്ളത്. അപ്പുറത്തെ ഏട്ടന്റെ വീടിന്റെ അപ്പുറത്തെ ചെറിയച്ഛന്റെ വീടിന്റെ 4 വീടുകൾ ഇങ്ങനെ ഒരുമിച്ചുള്ള സ്ഥലത്താണ്. അപ്പൊ ഞാൻ വരുന്ന ഇങ്ങോട്ട് കണ്ടാ അവിടുന്ന് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. മക്കാമിന്റെ ഒക്കെ അടുത്താണോ മിസ്സിന്റെ വീട്? എവിടെ? മമ്പുറത്തെ മമ്പുറം പള്ളിയില്ലേ? അതിന്റെ അടുത്താണ് വീട്. അതിന്റെ കുറച്ച് 5 അടുത്താണോ? മിനിറ്റ് പോരാ. ഇനി ഞങ്ങള് വരുമ്പോ വരാട്ടാ. വന്നോളൂ. ഇനിയിപ്പോ ഞങ്ങക്ക് അവിടെ ആൾക്കാരുണ്ടെന്ന് പറയാലോ. മമ്പുറം പള്ളിയിൽ നിന്ന് അവിടുന്ന് ഒരു 10 മിനിറ്റ് ഇല്ല. നമ്മൾ ഓട്ടോയിലൊക്കെ പോരുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഇല്ല, വേഗം. കുളപ്പുറം എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങളൊക്കെ പോവാറുണ്ട് മമ്പുറം പള്ളിയിൽ ഇടയ്ക്ക്. നമ്മളെ വീട്ടുകാർ. ഞങ്ങള് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അത് ശരി. കല്യാണം ഉണ്ടായി, പിന്നെ സിയാറത്തിന് വരും ഇടയ്ക്ക്. വരുമ്പോ വിളിക്കൂ, ഇങ്ങോട്ട് വരാലോ. ഞങ്ങൾക്കിന്ന് ആര്യ മിസ്സിന്റെ ക്ലാസ് ഉണ്ട് 2 മണിക്ക്. 2 മണിക്കോ? ആയിക്കോട്ടെ, 1:30 നിർത്തും ഞാൻ. നാളെ നമുക്ക് എടുക്കാം. തിങ്കൾ മുതലൊരു വെള്ളി വരെ. തിങ്കളാഴ്ച മുതൽ വേണ്ട മിസ്സേ. തിങ്കളാഴ്ച ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ടൈം മാറ്റേണ്ട വരും. തിങ്കളാഴ്ച ഒരു രക്ഷയില്ല നമുക്ക് സന്ധ്യക്ക്. തിങ്കളാഴ്ച അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒരു 6 മണിക്ക് വെക്കണം. അത് പറ്റുമോ നിങ്ങൾക്ക്? 6 മണി തൊട്ട് 7 മണി വരെ. 6 മണിക്ക് പ്രയർ ടൈമാണ്. അപ്പൊ ഒട്ടും പറ്റൂല. 5 മണിക്ക് പറ്റുമോ അസീന മിസ്സേ? 7 മണി 8 മണി ഓക്കെ ആണോ? അല്ല അസീന മിസ്സേ 6:30. 6:30 വെച്ചോ? 6:30ക്ക് കേറാം. 6:30 വെച്ചാല് 7:30. ഓക്കെ മിസ്, ഞാൻ ഓക്കെ. അങ്ങനെ കുഴപ്പമില്ലല്ലോ. എന്നാ പിന്നെ ജുബൈരിയ മിസ് ഉണ്ടാവോ? ജുബൈരിയ മിസ്സും സബിത മിസ്സിനും പറ്റുമോ? എനിക്ക് പറ്റില്ല, എന്നാലും ഞാൻ റെക്കോർഡ് കണ്ടോണ്ട്. ഞാൻ ആ സമയത്ത് എനിക്കും കേരള പാടാം. ഇല്ലെങ്കി പിന്നെന്ന് പറയുമ്പോ അത് തിങ്കളാഴ്ച തൊട്ട് പിന്നെ തിരക്കാ മിസ്സേ, പിള്ളേരുടെ കാര്യം. അല്ല 6:30 പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ ആക്കാം. എന്നാ പിന്നെ ഞാൻ രണ്ടുപേരുണ്ടെങ്കിൽ മിസ് ക്ലാസ് എടുത്തോ. അപ്പൊ പിന്നെ ഞങ്ങക്ക് റെക്കോർഡാണെല്ലാം കിട്ടുമല്ലോ. പറ്റുവാണെങ്കിൽ കേറാം. അപ്പൊ അതല്ല 6:30 പറ്റില്ലേ? 6:30 ഇവിടെ എല്ലാരും കൂടെ ഉള്ളതുകൊണ്ടേ നമുക്ക് അങ്ങനെ നോക്കാം. എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല. കേറാൻ പറ്റുമെന്ന് പറയണം, പറ്റില്ല എന്ന് പറയണ്ടേ, അതൊരു സംശയം.
ഒരു 6:30 എന്ന് പറയുമ്പോ ഞാൻ 10 മിനിറ്റ് വൈകി കുഴപ്പമില്ലല്ലോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒക്കെ റെഡിയാക്കിയിട്ട് നിങ്ങൾ ക്ലാസ് ഉണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. ക്ലാസ് നോക്കാം. ഇനിയിപ്പോ എത്ര ദിവസം കൂടെ ഉണ്ടാവും നമുക്ക് ക്ലാസ്? ഇനി എത്ര പാഠം കൂടെ ഉണ്ട്? ഇനി നമുക്കിതാ ഇനിയിപ്പോ എടുക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ ഇതിപ്പോ തീരൂല. പിന്നെ നമുക്കുള്ളത് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, ചാപ്റ്റർ 5. അതിൽ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങള് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ആണ്. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അപ്പൊ ആ ലാംഗ്വേജ് സ്കിൽസ് ചോദിക്കുന്നതാണ്. അപ്പൊ ആ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഇനി പേടിക്കാനില്ല. പിന്നെ എന്താണ് ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ അവിടെ ഇവിടെയും കുറച്ച് പറഞ്ഞു പോകാനുള്ളത്. പിന്നെ പെട്ടെന്ന് കഴിയും. പിന്നെ അതിനകത്തല്ല അപ്പൊ എനിക്ക് നമുക്ക് ആ ഒരു ഡിസംബറിലല്ലേ എക്സാം? അപ്പൊ അതിന് മുമ്പ് തീരോ? ഓ ഞാൻ നവംബറിൽ തുറപ്പെടാം. നവംബർ ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഞാൻ ഞങ്ങള് പഠിക്കണ്ടേ? എപ്പോഴാണ് നിങ്ങള് ക്ലാസ് പഠിച്ചു. മുന്നേ പറയണേ? ഞാൻ എപ്പോഴാണ് ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ മുന്നേ പറയണേ? ഞാനൊരു എക്സാം നടത്തിയാൽ നമുക്ക് അടുത്ത ആഴ്ച. ബുക്കില്ല, പുസ്തകമില്ല, ഞാനിപ്പോ നോട്ടുമില്ല, ഒന്നുമില്ല. ഓരോരോ ചാപ്റ്റർ വെച്ചിട്ട് നടത്തിക്കോ മിസ്സേ. ഞാനേ അങ്ങോട്ട് വിട്ടുതരാം നോട്ട്, മലയാളത്തിലെ നോട്ട് വിട്ടുതരാം, നിങ്ങളത് നോക്കി പഠിച്ചാൽ മതി. ഞാനിപ്പോ സാറ്റർഡേ ഒരു ബാച്ച് എടുക്കുന്നുണ്ട്. അപ്പൊ എന്നാ പറഞ്ഞ കേക്കൂ. നോട്ട് ഇട്ടതാ, എന്നിട്ട് ഞങ്ങള് നോക്കാം. അപ്പൊ അടുത്ത ആഴ്ച വെച്ചോ മിസ്, എന്നാലേ പഠിക്കോളൂ. സാറ്റർഡേ ഞാനൊരു ബാച്ചിന് ക്ലാസ് എടുക്കുന്നുണ്ട് PPTTCക്ക്. അപ്പൊ അതിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഞാൻ ആഴ്ചയിൽ എക്സാം നടത്തും. 10 മിനിറ്റ് എക്സാം ആണ് ഞങ്ങൾക്ക് ആദ്യം. ക്ലാസ് തുടങ്ങുന്നതിന്റെ 10 മിനിറ്റ് എക്സാം ആണ്. 10-15 മിനിറ്റ് ആദ്യം ഒരു 2-3 ക്വസ്റ്റ്യൻ കൊടുക്കും. അവര് വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരുന്ന് നല്ല കുട്ടികളായിട്ട് പേപ്പറിൽ എഴുതി എനിക്കത് സെൻഡ് ചെയ്ത് തരും. അങ്ങനെയാണ്. അപ്പൊ ഓരോരോ ചാപ്റ്റർ കൊടുക്കും ഞാൻ. അപ്പൊ ആ ചാപ്റ്റർ അവർ പഠിച്ചിട്ട് എന്ത് ചെയ്യും, അതിലുള്ള പ്രധാനപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് കൊടുക്കും, അവർ എഴുതും. അങ്ങനെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓവർ ബേർഡൻ ഇല്ലാതെ പരീക്ഷ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വെച്ചിട്ട് പഠിക്കാം. അങ്ങനെ ചെയ്യാം മിസ്സേ. അപ്പൊ ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എത്ര എങ്ങനെയൊക്കെയാണെന്ന് ഇട്ട് തന്നാ മതി മിസ്. നോട്ട് ഇട്ടതാ ആദ്യം. പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആദ്യം ഒരു ചാപ്റ്റർ ഇടാം. ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ആ ഒരു എക്സാം. ഓക്കെ, അങ്ങനെ ചെയ്താലും മതിയല്ലോ. ഇനിയിപ്പോ വാട്സപ്പിൽ ഇട്ടാലും മതിയല്ലോ. നമുക്ക് ലൈവായിട്ട് ചിലപ്പോൾ ടൈം കിട്ടി വാട്സപ്പിൽ ക്വസ്റ്റ്യൻ ഇടുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അങ്ങനെ വാട്സാപ്പിൽ ഇട്ടാ മതി. സൂം തന്നെ വേണമെന്നില്ല, നമുക്ക് വാട്സാപ്പിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. വാട്സപ്പിൽ ചെയ്യാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആവണം. സാറ്റർഡേയില് മിസ് നടത്തിക്കോ. എങ്കിലേ അതെല്ലാം ഒന്ന് വായിച്ചു നോക്കലെങ്കിലും നടക്കും മിസ്സേ. അതുകൊണ്ട് മിസ് എന്തായാലും എക്സാം നടത്തിക്കോ. ആയിക്കോട്ടെ. ഞങ്ങള് മൊത്തത്തിൽ ഇപ്പൊ വെള്ളത്തിലായിരിക്കുന്ന പോലെയാ. ഞങ്ങക്ക് ഇപ്പൊ ക്ലാസ് ഒന്നും നടക്കുന്നുമില്ല, ആരും ഒന്നും പഠിക്കുന്നുമില്ല ആ രീതിയില്. പഠിക്കൂ, എടുക്കുന്ന പഠിക്കൂ. പഠിക്കാം. ഇത് ഇവ നോട്ട് ഇടാത്തോണ്ട് മുമ്പേ പറയണേ. നോട്ട് ഇന്ന് ഞാൻ വിട്ടുതരാം. എന്നിട്ട് ഇന്ന് നിങ്ങൾ പഠിക്കും. ഞാൻ ഫസ്റ്റത്തെ ഒരു ചാപ്റ്ററിന്റെ നോട്ട് അങ്ങോട്ട് വിടും. എന്നിട്ട് ഇന്ന് ഫുള്ളി ഇന്ന് പഠിക്കാം. നാളെ ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലിടും. ആ പരീക്ഷ പഠിക്കുക. നാളെ ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ക്ലാസ്. മിസ് ഇടയ്ക്കൊരു ദിവസം വന്നിട്ട് എക്സാം ഇട്ടാ മതി. അങ്ങനെ ഒരു എക്സാം ഇടാം. അപ്പൊ അതിനനുസരിച്ച് ചാപ്റ്റർ നോട്ട് വിട്ടുതരാം. ആ നോട്ടല്ല ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് ഫോട്ടോ എടുത്തിട്ട് അവന് വിട്ടുതരാം. അപ്പൊ അത് മാത്രമല്ല, ചെല്ലുംകൂടി ഇട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്ത് ചെയ്യാ, ആ പഠിക്കുക. ആ ചാപ്റ്റർ മൊത്തം പഠിച്ചിട്ട് അതിൽ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ്. അങ്ങനെ എന്നാൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവും. ഇത് മൊത്തം നിങ്ങൾ പറഞ്ഞാൽ ക്ലാസ് എടുക്കൽ മാത്രമല്ലല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കും കൂടി വേണമല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കില്ല അറിയുമ്പോൾ എനിക്കൊരു ഇടങ്ങേറ്. ഇല്ല, നമുക്ക് പുസ്തകം ഇല്ലല്ലോ ഒന്നാമത്തെ കാര്യം. അപ്പൊ അതിനകത്തേക്ക് കൂടെ ശ്രദ്ധിക്കുന്നുമില്ല. ആയിട്ട് കാര്യമില്ല ഇവിടെ. എന്തായാലും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് ഇനിയിപ്പൊ നല്ല മാർക്കോട് കൂടി പാസ്സാവുക, അതല്ല വേണ്ടേ. മിസ്, നമ്മളെ ട്രെയിനിങ്ങിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നോ മിസ്? ഏതടാ? നമ്മളെ ട്രെയിനിങ്ങിന്റെ കാര്യം ഇല്ല, ഇന്ന് ഞാൻ ചോദിക്കുന്നത് വിളിക്കാം. മാം പുറത്തായിരുന്നു. ഞാനിപ്പോ അതിനും കൂടി കുട്ടി വിളിച്ചതാ. അപ്പോഴാണ് മാം പുറത്ത്. അപ്പൊ ഞാൻ ഈ രാത്രി ഞാൻ വിളിക്കുക. അപ്പൊ ഞാൻ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് നാളെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഓഫ്ലൈൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടോ? ആരെ? മിസ് അല്ല, മിസ് ചോദിച്ചത് നമുക്ക് ട്രെയിനിങ് ഉണ്ടോന്ന് ചോദിക്കാനാ പറഞ്ഞത്. നമുക്ക് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? രണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാന്നല്ലേ അന്ന് പറഞ്ഞത്. ഓഫ്ലൈൻ വേണമെങ്കിൽ ഓഫ്ലൈൻ സെലക്ട് ചെയ്യാം, ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ സെലക്ട് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളത്. പക്ഷെ ഓഫ്ലൈൻ ആണ് നമുക്ക് നല്ലത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഓഫ്ലൈൻ ആണ്. ഓൺലൈൻ ചെയ്തിട്ട് എന്താ കാര്യം? പുറത്ത് കിടക്കാറ് എന്ത് ചെയ്യും? നിങ്ങള് സ്കൂളിൽ പോയിട്ട് പപ്പ അടിക്കരുത്. നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ വേണം.
കുട്ടികളെ നിങ്ങൾ കൈകാര്യം ചെയ്ത് നിങ്ങൾ ഒരു 15 ദിവസം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളൊന്ന് റെഡി ആവണം. അല്ലാതെ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായതുകൊണ്ട് മാത്രം എവിടെയും പോയി പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓൺലൈൻ സെലക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓഫ്ലൈൻ അല്ല നിങ്ങളുടെ ഞങ്ങൾക്കെന്ന് പറയുമ്പോഴേ കൂടുതലും ഈ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടുമില്ല. ഇപ്പം ടീച്ചേഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞാലും നമുക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ തന്നെ ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യണത്. അല്ലാണ്ട് നമുക്ക് വേറെ പുറത്തുനിന്നുള്ള ഒരു ട്രെയിനിങ്ങും കിട്ടണില്ലല്ലോ. ഇപ്പൊ മിസ്സിന്റെ ക്ലാസ് തന്നെ അങ്ങനെ 2-3 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സാറ്റർഡേ ഉള്ള ബാച്ചിന് അവർക്ക് ഇതേപോലെ ട്രെയിനിങ് ഇപ്പൊ തുടങ്ങും. ഡിസംബറിൽ എങ്ങാണ്ടാണ് അവർക്ക് തുടങ്ങുന്നത്. അപ്പൊ ഇവർ ഇന്നലെ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്നോട് കുറെ സങ്കടങ്ങൾ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ടീച്ചറുടെ ക്ലാസ്സും സ്കൂൾ ഓർഗനൈസേഷന്റെ ക്ലാസ്സും ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറുടെ ക്ലാസ്സും അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ടീച്ചർ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിപ്പോ 3 വർഷമായി ഇവിടെ NS Pub അക്കാദമിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ 3 ബാച്ച് ഇപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ ഇറങ്ങി. അപ്പോ അവർക്ക് പിന്നെ ട്രെയിനിങ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, ശരിയാണോ തെറ്റാന്നൊന്നും എനിക്കറിയില്ല, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളെ കൈകാര്യം ചെയ്യൽ എങ്ങനെയാന്നുള്ള ഒരു സെഷൻ വെച്ചിട്ട് 1 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു തരാം. 1 മണിക്കൂർ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങളെയും കൂടി ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നാൽ പോലെ ഒരേ ദിവസം തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സും കേൾക്കാലോ. നമുക്ക് തന്നാ മതി. അപ്പൊ നിങ്ങൾക്കും അതിലൊന്ന് ജോയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ ആഴ്ച ഉണ്ടാവില്ല, ഈ മാസം ലാസ്റ്റ് ഒക്കെ ആയിട്ടേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അവർക്ക് ഡിസംബറിലാണ് തുടങ്ങുക. അപ്പൊ ഞാൻ ഈ മാസം ലാസ്റ്റ് ഒക്കെ ആയിട്ട് ആ ക്ലാസ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ട്രെയിനിങ്ങിന്റെ കാര്യം കൂടി ചോദിക്കണേ ഞങ്ങളുടെ. ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടിയല്ലോ, കുഴപ്പമുണ്ടാവില്ല. ഓക്കെ. അവർക്ക് ഇതേപോലെ ഡിസംബറിലാന്ന് പറഞ്ഞു ട്രെയിനിങ്. എക്സാമിന്റെ കാര്യം ഇതിന്റെ മെയിൻ എക്സാം എപ്പോഴാണ്? ഡിസംബർ ലാസ്റ്റ് ആണോ? ഡിസംബറിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. വെക്കേഷനിൽ വെക്കാതിരുന്നാ മതി. വെക്കേഷനിൽ വെക്കണല്ലേ, ഒന്ന് പഠിക്കാൻ സമയം കിട്ടൂലേ? അങ്ങനെയല്ല മിസ്സേ, നമ്മൾക്ക് എവിടെയെങ്കിലും പോവാനുണ്ടാവൂല മിസ്സേ മക്കളെയും കൂട്ടിട്ട്. അത് ശരി, അങ്ങനെ ഞാന് നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കാൻ ഞാൻ വിചാരിച്ചോന്നല്ല, സാർ എന്നെ വിളിച്ചെന്നെ ഏൽപ്പിച്ചതാ. സാറിനോടൊന്ന് സുബ്രഹ്മണ്യങ്ങൾ ഇതാക്കണം. ഞാൻ ഈ ബാച്ചിൽ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് എടുത്തിട്ടില്ലല്ലോ ഇതുവരെ. അപ്പൊ ഞാൻ വേറെ 2 ഇപ്പൊ ഒരു ബാച്ച് ഇപ്പൊ കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ ഒരു എക്സാം കഴിഞ്ഞ് അതിന്റെ പേപ്പറൊക്കെ ഇതാക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ ഒരു ബാച്ച് ഞാൻ പറഞ്ഞ സാറ്റർഡേയിലെ ബാച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ NOSന്റെ ക്ലാസ് വേറെ ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഈ സ്കൂളിൽ പോക്കും എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ സാർക്ക് എന്നെ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് എടുത്തു കൊടുക്കോ. അല്ല മിസ്സേ, ഇങ്ങനെ ഒരു സബ്ജക്ട് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ? സാറ് പറഞ്ഞത് ഞങ്ങളോട് കുറെ വൈകിയാ. നമ്മുടെ ക്ലാസ് തുടങ്ങി കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് TTCയുടെ സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീസിന്റെ കാര്യം പറഞ്ഞ്, എന്നിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് ആകുമ്പോൾ 1 മാസത്തേക്ക് തരാന്ന് പറഞ്ഞു ഈ ക്ലാസ്, ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി. അപ്പൊ ഞാൻ ചോദിക്കണേ, ഈ PPTCയുടെ വിഷയം അവര് പഠിപ്പിക്കുന്നത് ഇത് തന്നെയല്ലേ പഠിക്കുന്നത്? ഈ സ്കൂൾ ഓർഗനൈസേഷൻ ഇംഗ്ലീഷും ഈ സബ്ജക്റ്റും. അതെ. അവർക്ക് ഇപ്പൊ മൊത്തം പഠിപ്പിക്കും എല്ലാം. നിങ്ങൾക്ക് ഇപ്പൊ സ്കിപ്പ് ചെയ്ത് കുറെ പോകുന്നുണ്ട്. കുറെ പ്രധാനപ്പെട്ട മാത്രമേ, നിങ്ങൾക്ക് ടൈം കുറവല്ലേ, കൺജസ്റ്റഡ് ആയിട്ടുള്ള ടൈം അല്ലേ ഉള്ളൂ. അപ്പൊ മൊത്തം പറയുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രം അവർക്ക് മൊത്തം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ വിഷയത്തെ ഈ സബ്ജക്റ്റിന്റെ സമയത്ത് ഞങ്ങളെയും കൂടെ ആഡ് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ആ ക്ലാസ്സിന്റെ സമയത്ത്. അറിയില്ലല്ലോ, അതാണ്. ഇനി ഞാന് അവർക്ക് സാറ്റർഡേ എടുക്കുന്നുണ്ട്. അവർക്ക് ഇപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയി. ഇനിയിപ്പൊ ആ ചാപ്റ്ററിൽ നിങ്ങൾ ആഡ് ചെയ്യണോ, എന്താ ചെയ്യാൻ നോക്കാം. അങ്ങനെ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ല. ഇനി അടുത്ത ചാപ്റ്റർ ആഡ് എടുക്കുമ്പോണെങ്കിൽ വേണേ ഞങ്ങൾ ആഡ് ചെയ്തോ. ആ സമയം ഏതാണ് മിസ് എടുക്കണത്? ചോദിച്ചു നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ക്ലാസ് നമുക്ക് കിട്ടുമല്ലോ അല്ലെ? ഓക്കെ. അപ്പോ നമ്മൾ താഴെ പറഞ്ഞത് നോക്കുക. തെരഞ്ഞെടുക്കുന്ന പാഠപുസ്തകം ശിശു കേന്ദ്രീകൃതമായിരിക്കണം അല്ലെ, വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം, ശിശു കേന്ദ്രീകൃത, അധ്യാപക കേന്ദ്രീകൃതമായിരിക്കരുത്. അധ്യാപകന് പഠിപ്പിക്കാൻ എളുപ്പമുള്ളതല്ല, കുട്ടിക്ക് പഠിക്കാൻ പഠിച്ചെടുക്കാൻ എളുപ്പമുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് പാഠപുസ്തകത്തിൽ അല്ലെ. അതാണ് ശിശു കേന്ദ്രീകൃതം. കുട്ടികളുടെ താല്പര്യം, കഴിവ്, പ്രായം എന്നിവയ്ക്കാണ് അനുയോജ്യമായിട്ടുള്ള പാഠപുസ്തകം ആയിരിക്കണം അല്ലെ. കുട്ടികളുടെ താല്പര്യം വേണം, കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം.
ആ ഒരു പാഠപുസ്തകം കാണും. എനിക്ക് നോക്കി പഠിക്കണ്ടെന്നുള്ള രീതിയിലാവരുത്. ഹായ് നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ കുട്ടിയിൽ ഉണ്ടാക്കണം അല്ലെ. അതാണ് താല്പര്യം. പിന്നെ കഴിവ്, കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ അല്ലെ, അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പാഠപുസ്തകം. പിന്നെ കുട്ടികളുടെ പ്രായം, ഏജ് അല്ലെ, അതും കണക്കിലെടുത്തിട്ടായിരിക്കണം പാഠപുസ്തകം. പാഠപുസ്തകം പഠിതാവിന് അവന്റെ പ്രായപരിധിക്ക് അനുസരണമായിട്ടുള്ള വിജ്ഞാന വികസനം ഉണ്ടാക്കുവാൻ ഉതകണം. ഇപ്പോ ഒരു 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ആ 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എന്തൊക്കെ അറിവുകൾ കുട്ടിക്ക് കിട്ടണോ അതൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പാഠപുസ്തകങ്ങളായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. മനസ്സിലാവുന്നത്? ആ ഒരു വിജ്ഞാന വികസനം, അറിവ് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് അവിടെ വികസിക്കണം. അത്തരത്തിലുള്ള പാഠപുസ്തകം കുട്ടികൾക്ക് വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന വികസനത്തെ ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നവയായിരിക്കണം പാഠപുസ്തകം. കുട്ടികൾക്ക് ചിലപ്പോൾ പല പല മേഖലകളിൽ ചിലപ്പോൾ കഴിവുകൾ ഉണ്ടാവും അല്ലെ, പല പല മേഖല കഴിവുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള കഴിവ് കുട്ടികൾക്ക് വികസിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവ്, പാട്ട് പാടാൻ കഴിവ്, അങ്ങനെയുള്ള പല മേഖലകളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കഴിവുകളൊക്കെ വികസിപ്പിക്കുന്ന രീതിയിലുള്ള പറ്റുന്ന രീതിയിലുള്ള പാഠപുസ്തകമായിരിക്കണം. അല്ലാണ്ട് കുട്ടികളുടെ ഒരു കഴിവ് വികസിപ്പിക്കാതെ ജസ്റ്റ് എന്തെങ്കിലും ഒരു കഥയും പാട്ടും പഠിപ്പിച്ചു കൊടുത്തിട്ട് മാത്രം കാര്യമില്ലല്ലോ. അത്തരത്തിലുള്ള ഇത്തരം പുസ്തകമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ശിശു കേന്ദ്രീകൃതമായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുന്നത്. ശിശു കേന്ദ്രീകൃതമായിരിക്കണം, വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം എന്നുള്ളത്. പിന്നെ തെരഞ്ഞെടുക്കുന്ന പാഠപുസ്തകത്തിന് ഉണ്ടായിരിക്കണം മറ്റൊരു മേന്മ, അത് വിവരണാത്മകവും സമഗ്രവും ആയിരിക്കണം എന്നുള്ളതാണ്. വിവരണാത്മകം, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്ന് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരം പാഠപുസ്തകത്തിൽ ഉണ്ടാവണം. അവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അതാണ് വിവരണാത്മകം, വിവരിച്ച് പറഞ്ഞു. പിന്നെ സമഗ്രം, ആഴത്തിലുള്ളതായിരിക്കണം, സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് നന്നായിട്ട് കുട്ടിക്ക് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം പാഠപുസ്തകത്തിലുള്ള പാഠഭാഗങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? സംഭവങ്ങളെ കുറിച്ച് പ്രകാശമാനമായ വിവരണവും വിശദീകരണങ്ങളും പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുക അല്ലെ. അപ്പൊ ഉപ്പു സത്യാഗ്രഹമാണ് കുട്ടീനെ പഠിപ്പിക്കുന്നത് ഞാൻ ജസ്റ്റിന്റെ വായിൽ വന്ന് പറയാൻ കേട്ടോ. ഉപ്പു സത്യാഗ്രഹമാണ് പഠിപ്പിക്കുന്നത്. ഉപ്പു സത്യാഗ്രഹം പഠിച്ചാൽ എന്താണ് ഉപ്പു സത്യാഗ്രഹം എന്നുള്ളത് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന വർഷമാണ്, ഇന്ന ആൾക്കാരാണ് പങ്കെടുത്തത്, എന്തിനു വേണ്ടി നടന്നു, ആരൊക്കെ തമ്മിൽ നടന്നു, എന്താണ് അതിന്റെ കാരണം, ഇതൊന്നും മുഴുവൻ പഠിക്കുക ഞാൻ കുട്ടിക്ക് വല്ല മനസ്സിലാകുമോ? ഇല്ല. ഉപ്പു സത്യാഗ്രഹം എന്താന്ന് മാത്രം അറിഞ്ഞോണ്ട് കാര്യമില്ലല്ലോ, ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയണ്ടേ കുട്ടി. അപ്പൊ അതാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഒരു കാര്യത്തെ കുറിച്ചുള്ള, ഒരു സംഭവത്തെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരണവും വിശദീകരണവും പാഠപുസ്തകത്തിൽ ഉണ്ടാവണം. ക്ലിയർ ആണോ? അടുത്തത്, പാഠപുസ്തകം രസകരമായിരിക്കണം, ആകർഷകമായിരിക്കണം. അതാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞത്. എന്താ? കളർഫുൾ ആയിരിക്കണം അല്ലെ, രസകരവും ആയിരിക്കണം, ആകർഷകവുമായിരിക്കണം. കാണുമ്പോൾ തന്നെ കുട്ടിക്ക് പഠിക്കാൻ തോന്നണം. എങ്കിലേ പാഠപുസ്തകത്തോട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ഇത്തരം പാഠപുസ്തകങ്ങൾ അവർ താല്പര്യപൂർവ്വം വായിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പാഠപുസ്തകം ആണെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, വായിക്കുകയും താല്പര്യപൂർവ്വം വായിക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിലോ അവരത് എടുക്കുകയില്ല. അതിനാൽ പാഠപുസ്തകം ആകർഷകമായ രീതിയിലും രസകരമായ ഭാഷയിലും തയ്യാറാക്കണം. അച്ചടി വ്യക്തമായിരിക്കണം അല്ലെ. പാഠപുസ്തകം ആകർഷകമായ രീതിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളർഫുൾ ആയിട്ടും അതേപോലെ തന്നെ രസകരമായ ഭാഷയിൽ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ. 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു 10-ാം ക്ലാസ് കുട്ടീന്റെ ലെവലിലുള്ള പാഠപുസ്തകം കൊണ്ടുപോയിട്ട, പാഠഭാഗങ്ങൾ കൊണ്ടുപോയിട്ട കുട്ടിക്ക് വല്ലതും കിട്ടുമോ? കിട്ടൂല അല്ലെ. ആ ഒരു ഭാഷ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം 10-ാം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്ന ഒരു കവിതയാണ് എഴുത്തച്ഛന്റെ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറഞ്ഞിട്ടൊരു കവിത ഉണ്ട്. അതില് ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു എന്നുള്ള വരികള് മലയാളവും സംസ്കൃതവും കൂടി ചേർന്നതാണ്, മലയാളമാണത്. ഈ പാഠഭാഗം 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ തന്നെ ടീച്ചേഴ്സിനോട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, അത് മലയാളമാണോ ടീച്ചറേ? അതേപോലെ ഇങ്ങനെയുള്ള ടഫായിട്ടുള്ള വേർഡ്സ് ഉള്ള മലയാളവും ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വല്ലതും കിട്ടുമോ? വല്ലതും പഠിക്കുമോ? ഇല്ല. അപ്പൊ കുട്ടികളുടെ ആ ഒരു ഏജിന് തക്കതായിട്ടുള്ള ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പശു പാൽ തരും അല്ലെ, കുട്ടി പഠിക്കുന്നു, കുട്ടി കളിക്കുന്നു, പശു പാൽ തരും, എന്താണ്, അതേപോലെ തന്നെ പക്ഷി പറക്കുന്നു. ഇതൊക്കെ നമ്മൾ 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പഠിക്കുവോ? 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇത് കേൾക്കുമ്പോൾ ചിരിക്കും. പക്ഷെ ചെറിയ കുട്ടിക്ക് ഇത് പുതിയൊരു വിവരമാണ്, പുതിയൊരു അറിവാണ് അല്ലെ. വലിയ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെ ഞങ്ങൾ LKG ഒന്ന് വയ്ക്കും. പക്ഷെ ഈ LKG പിള്ളേർക്ക് ഇതെന്ന് പറയുന്നത് പുതിയൊരു അറിവാ. കുട്ടിക്ക് അറിയില്ല പശുവാണ് പാൽ തരുന്നത് എന്നുള്ള കുട്ടിക്ക് അറിയില്ല. കുട്ടി അപ്പോഴാണ് പഠിക്കുക അല്ലേ. എന്താണ്, പശു ഒരു വളർത്തു മൃഗമാണ്,
അല്ലെങ്കിൽ ആട് ഒരു വളർത്തുമൃഗമാണ്, കുട്ടിക്ക് അറിയില്ല, കുട്ടീന്റെ വീട്ടിൽ അതില്ല. അപ്പൊ കുട്ടിക്ക് അറിയില്ല ഇത് വളർത്തുന്ന മൃഗമാണ്, വീട്ടിൽ വളർത്തുന്ന മൃഗമാണെന്ന് കുട്ടിക്ക് അറിയില്ല. വളർത്തുമൃഗങ്ങൾ ഏതാ വന്യമൃഗങ്ങൾ ഏതാന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ വലിയ ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കുട്ടികളിയാണ്. എന്ത് വളർത്തുമൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുക, എന്താ ചോദിക്കൂര്. പക്ഷെ കുഞ്ഞു മക്കൾക്കോ അവർക്കറിയോ? ഇല്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ഏജ് അല്ലെ, അവരുടെ താല്പര്യം, അവരുടെ കഴിവ്, ഇതിനൊക്കെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താല്ലേ? 1:30 കഴിഞ്ഞുട്ടാ. നിങ്ങൾക്ക് 2 മണിക്ക് ക്ലാസ്. എനിക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ രാത്രി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ എടുക്കാം. ഇന്ന് നിങ്ങളെ പോട്ടെ, ഇന്ന് ഫ്രീ ആയിക്കോട്ടെ നിങ്ങളെല്ലാവരും. 2 മണീന്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇല്ല, ഇനിയിപ്പോ കല്യാണം ഉണ്ട്, ഇന്ന് തിരക്കായി. നാളെ എടുക്കാം അല്ലെ? മിസ് നാളെ രാത്രി നോട്ടാണ് അയക്കണേ, നോട്ട് അയക്കണേ. നോട്ടയക്കാം. അല്ല 6:30 8 മണി ഇത് ഏതാ തീരുമാനിച്ചോളൂ. ഇപ്പൊ എന്നിട്ട് ഗ്രൂപ്പിൽ അയക്കണേ. 6:30 വെച്ചോന്നാ. 8 മണിക്ക് പറ്റൂല, ഞാൻ 8:30 പിന്നെ ഇറങ്ങേണ്ടി വരും. എന്നാ 6:30 മുതൽ 7:30 വരെ. എന്നാ പിന്നെ നമ്മളെ പരിപാടി വേഗം കഴിയുമല്ലോ. അല്ലെ? എന്നാ പിന്നെ 6 മണിക്ക് പറ്റുന്നുണ്ടെങ്കിൽ 6 മണി ആയാലും കുഴപ്പമില്ല. പക്ഷെ 6 മണി പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതാണ് 6 മണി ടു 7 മണി ആയാൽ നമുക്കിപ്പോ ബാങ്ക് വിളിക്കുന്ന 6:15 6:10 ബാങ്ക് വിളിക്കുന്നത്. അപ്പൊ ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ 6:00 ബാങ്ക് കൊടുക്കണാണ് ഞങ്ങൾ ഇവിടെയൊക്കെ. 6:30 അതിപ്പോ ടൈം കേറി വന്നു, 6:10. സന്ധ്യക്ക് നേരത്തെ സന്ധ്യ ആവുന്നോണ്ടാണ് അങ്ങനെ വന്നത്. ഇനിയിപ്പൊ അത് 6:15 കഴിഞ്ഞാൽ കുഴപ്പമില്ല. 6:15 എന്തായാലും 6:30 വെച്ചോ മിസ്സേ. അപ്പത്തേക്ക് നമുക്ക് പെട്ടെന്ന് കഴിക്കാം. എന്നാ പിന്നെ 6:30 to 7:30. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കും കുഴപ്പമില്ല. ലിങ്ക് ഇടണത് 5:30 ഇട്ടാലാണ് നമുക്ക് 6:30 കിട്ടുള്ളൂ. ഞാൻ വിടാം. ഞാൻ ഒന്ന് പറഞ്ഞു ഇന്നെ വിളിക്കും. ഞാൻ രാത്രി മാമിനെ വിളിക്കുന്നുണ്ട്. അപ്പം പറയാം ഇനിയിപ്പം ഈ ആഴ്ച മൊത്തം 6:30 എന്ന് പറയാം. അപ്പൊ അങ്ങനെയാകുമ്പോ ലിങ്ക് പിന്നെ മുന്നേ തന്നെ ഇട്ട് വെച്ചോളൂ. ഓക്കെ, അപ്പൊ നാളെ കാണാം കേട്ടോ. താങ്ക് യു.